നമ്മളെന്നുള്ളത് പ്രസിദ്ധമായ പത്മനാഭപുരം പാലസിലാണ്. പാലസ് എവിടെ സ്ഥിതി എന്ന് വെച്ചാൽ കന്യാകുമാരി ജില്ലയിലെ തക്കലയിലാണ്. ഇത് മുമ്പ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആയിരുന്നു. പിന്നെ പത്മനാഭപുരത്ത് വെള്ളപ്പൊക്കം വന്നിട്ട് തലസ്ഥാനം തിരുവനന്തപുരത്തോട്ട് മാറ്റി. അങ്ങനെയാണ് പത്മനാഭപുരത്ത് മാറ്റുന്നത്. അപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ട പ്രസിദ്ധമായൊരു കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുന്നത്. ഇത് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് പത്മനാഭപുരം പാലസിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഒരു അഡൽട്ടിന് 50 രൂപയാണ്. നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കണം. നമ്മൾ വേറെ അഡീഷണലി 10 രൂപ കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ അകത്തേക്ക് കയറി. ഒരുപാട് ആളുകളുണ്ട്. അധികം ആളുകളും വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂസിയം പാലസും ഇപ്പോഴും കേരള സർക്കാരിൻ്റെ അണ്ടറിലാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഇതിപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കേരള സർക്കാരാണ്. പാലസിൻ്റെ അകത്ത് കയറി ഇനി മുകളിലോട്ട് കയറി പോകണം. പഴയ പടവാണ്. ഇതാണ് മന്ത്രിസഭ കൂടുന്ന സ്ഥലം. അതുകൊണ്ട് ഇതിന് മന്ത്രശാല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഊട്ടുപുരയിലേക്കാണ്. ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ നമ്മൾ വേറെ പൈസ കൊടുക്കണം. അകത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഇത് ടണലാണിത്. ഇടനാഴികളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇടനാഴികളൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പത്മനാഭപുരം പട്ടാളത്തിൻ്റെ ഇടനാഴികളിൽ നടന്നു കഴിഞ്ഞ് കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കൊട്ടാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാളും ഏറ്റവും വലിയ കൊട്ടാരമാണ്. ഭയങ്കര വലുതാണ് കേട്ടോ അതിൻ്റെ ഇടനായും കാര്യങ്ങളൊക്കെ. കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ മ്യൂസിയം ഉണ്ട്. പഴയകാല വസ്തുക്കളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട്. തിരുവിതാംകൂറിൻ്റെ മാപ്പാണിത്. ഇത് പണ്ട് കാലത്തെ ഓരോ നടന്ന സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മ്യൂസിയത്തിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂസിയത്തോട് ചേർന്ന് തന്നെ ഒരു അതിമനോഹരമായൊരു പൂന്തോട്ടം നമുക്ക് കാണാൻ സാധിക്കും. തിരുവിതാംകൂറിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരിയായ റാണി ഗൗരി പാർവതിബായിയുടെ വെള്ളിയാഭരണങ്ങളും കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പഴയകാല സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ വാസ്തു എന്ന് പറയുന്നത്. വലിയ കൊട്ടാരമാണ് ഇത്. പത്മനാഭപുരം പാലസാണ്. ഒരാൾക്ക് വരുന്നത് 50 രൂപയുടെ അകത്തേക്ക് കയറാൻ. പിന്നെ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുക വേറെ 10 രൂപ കൊടുക്കണം. മൊബൈലിൽ തന്നെ വീഡിയോ എടുക്കാൻ നമ്മൾ വേറെ 250 രൂപ കൊടുക്കണം കേട്ടോ. വീഡിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ 2000 രൂപയാണ് വരുന്നത്. ഫോറിനേഴ്സിനാണ് 500 രൂപ വരുന്നത്. അപ്പോൾ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന സ്ഥലത്തിൽ തക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററാണ്. ഇനി കന്യാകുമാരി നേരെ അതേപോലെ തന്നെ തിരുവനന്തപുരം ബസ്സിൽ കയറിയിട്ട് തക്കല ഇറങ്ങാം. അവിടുന്ന് ബസ്സും കിട്ടും, അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് നമുക്ക് വരാവുന്നതാണ്. പത്മനാഭപുരം പാലസിൽ നിന്നും ടോക്ക് വിത്ത് അനുസ് സൈനിങ് ഓഫ്.